ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിനീസ്ഡൈൻ. എല്ലാവർക്കും ഹാപ്പി ദീപാവലി. ഇന്ന് ദീപാവലി ആയിട്ട് ഞാൻ തയ്യാറാക്കുന്നത് രസമലായി ആണ്. സിമ്പിളായിട്ട് എങ്ങനെ ഈ രസമലായി തയ്യാറാക്കാൻ നോക്കിയാലോ. അതിനായിട്ട് ഞാൻ 1 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. വെള്ളം ഒട്ടും തന്നെ ചേർക്കാതെ ഈ പാല് നമുക്കൊന്ന് പിരിച്ചെടുക്കണം. മലായി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. പാല് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനീഗർ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് പാലൊന്ന് പിരിച്ചെടുക്കാം. ഇപ്പോൾ പാല് പിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരിച്ച് മാറ്റണം. അതിലെ പനീർ മാത്രമായിട്ട് നമുക്ക് എടുക്കണം. അരിച്ചതിന് ശേഷം കുറച്ച് സമയം മാറ്റി വെച്ച് വെള്ളമെല്ലാം നന്നായിട്ട് പോയി കിട്ടണം. ഇപ്പം വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്, നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റാക്കി എടുക്കണം. ഒരുപാട് ബലം കൊടുത്ത് കുഴച്ച് എടുക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി. അതിന് ശേഷം ഓരോ ചെറിയ ബോൾസാക്കി എടുത്ത് കയ്യിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ എല്ലാം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. കോൺഫ്ലോറിൻ്റെ അളവ് കൂടി പോകാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മലായി ഹാർഡായി പോകും. ഇനി 1/2 ലിറ്റർ പാല് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. അതിലേക്ക് 3/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. പാല് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മലായിയൊക്കെ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് സാധാരണ രസഗുള ഉണ്ടാക്കിയിട്ടാണ് ഈ രസമലായി തയ്യാറാക്കുന്നത്. അതായത് ഇങ്ങനെ മലായി തയ്യാറാക്കിയതിന് ശേഷം ഷുഗർ സിറപ്പിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യാറ്. ഞാൻ ഡയറക്റ്റ് തന്നെ ഈ പാലിൽ പഞ്ചസാര ചേർത്ത് അതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന രസമലായി എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ പാലിൽ കിടന്ന് നന്നായിട്ട് ഇനി മലായി വെന്ത് വരണം. ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടിട്ട് വേവിച്ചെടുക്കണം. പഞ്ചസാര ചേർത്തേക്കുന്നത് കൊണ്ട് ഇതിലേക്ക് നന്നായിട്ട് പഞ്ചസാരയൊക്കെ പിടിച്ചു വന്നോളും മധുരം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. കെട്ടില്ലാത്ത പാൽപ്പൊടി ആയ കാരണം ഞാൻ ഡയറക്റ്റ് ചേർത്ത് കൊടുത്തതാണ്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പാലിൽ പാൽപ്പൊടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പാൽപ്പൊടി ചേർത്ത് ഒരു 2 മിനിറ്റ് തിളച്ചതിന് ശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കോംപ്ലാനാണ്. കോംപ്ലാൻ്റെ കേസർ ബദാം ഫ്ലേവറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ കോംപ്ലാൻ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും നല്ല ഫ്ലേവർ ഉണ്ടാവും. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബദാം കട്ട് ചെയ്തതും പിസ്താഷ്യൂ കട്ട് ചെയ്തതുമാണ്. 5 മിനിറ്റും കൂടെ നമുക്ക് സിമ്മിലാക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. കേസർ ബദാമിൻ്റെ ഫ്ലേവർ ഉള്ള ഈ കോംപ്ലാൻ ചേർക്കുമ്പോൾ നമുക്ക് കുങ്കുമപ്പൂ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ആ ഒരു ഫ്ലേവർ കിട്ടും, നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇനി കോംപ്ലാൻ ഇല്ല എന്നുണ്ടെങ്കിൽ ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ ആ ഒരു കളർ ഉണ്ടാവും. പിന്നെ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്താൽ മതി, ആ ഒരു ഫ്ലേവർ ഉണ്ടാവും. പിന്നെ ബദാമും പിസ്തയൊക്കെ കിടന്ന് പാലിൽ കിടന്ന് തിളയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ, നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ല കളറും ഒക്കെ കിട്ടും. നമുക്ക് കളറൊന്നും വേറെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കുങ്കുമപ്പൂവിൻ്റെ ആ ഫ്ലേവറും ഒക്കെ നമുക്ക് രസമലായിൽ കിട്ടും. അടിപൊളി ആയിട്ടുള്ള ഒരു സ്വീറ്റാണ്. എന്തായാലും തയ്യാറാക്കി നോക്കൂ, ഇഷ്ടാവും. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി. ബൈ ബൈ.